ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇനി പ്രഗ്നന്റ് വുമൻസിനും കോവിഡ് വാക്സിൻ എടുക്കാം. ഇപ്പോൾ എടുക്കേണ്ടത് അത്യാവശ്യമാണോ? ഡെലിവറി കഴിഞ്ഞിട്ട് എടുത്താൽ പോരെ? ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ ഏത് സമയത്ത് എടുക്കുന്നതാണ് ഏറ്റവും സേഫ്? ഏത് വാക്സിൻ എടുക്കണം? ഐ വിൽ ആൻസർ യു ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. പ്ലസ് എനിക്കൊരു സീക്രട്ടും പറയാനുണ്ട്. ആസ്ട്രാസെനക്ക വാക്സിൻ അല്ലെങ്കിൽ കോവിഷീൽഡിന്റെ ബ്ലഡ് ക്ലോട്ടിംഗ് സൈഡ് എഫക്ട്സിനെ കുറിച്ച് അത് ഞാൻ ഏറ്റവും അവസാനം പറയാം. നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹലോ സൂപ്പർ മോംസ് ആൻഡ് സൂപ്പർ ഡാഡ്സ്, ഞാൻ നീതു, നിങ്ങളുടെ സ്വന്തം ലാക്ടേഷൻ കൺസൾട്ടന്റ് ആണ്. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടും ഇൻഫർമേഷനും ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. COVID-19 വാക്സിൻ പ്രഗ്നന്റ് മദേഴ്സിന് എടുക്കാൻ വേണ്ടി പുതിയ ഗൈഡ് ലൈൻസ് ഗവൺമെന്റിൽ നിന്ന് വന്നിട്ടുണ്ട്. സേഫ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ എടുക്കണോ? കോവിഡ് കുറഞ്ഞു വരികയല്ലേ, എല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ടല്ലോ. ശരിയാണ്, വാക്സിൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിന് ശരിയായ എല്ലാ ഇൻഫർമേഷനും ഡൗട്ട്സും ക്ലിയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് തന്നെ ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ വാക്സിൻ എടുക്കേണ്ട അത്യാവശ്യമുണ്ടോ? ഡെലിവറി കഴിഞ്ഞിട്ട് എടുത്താൽ പോരെ? മിക്ക ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നന്റ് മദേഴ്സിനും കോവിഡ് വന്നിട്ടുണ്ടെങ്കിലും അത് വലിയ സിംറ്റംസ് ഒന്നും ഇല്ലാതെ വലിയ സീരിയസ് അല്ലാതെയാണ് പോയിട്ടുള്ളത്. എന്നാൽ സിംറ്റോമാറ്റിക് ആയിട്ടുള്ള കോവിഡ് വന്നു കഴിഞ്ഞാൽ അത് വളരെ വഷളാകാനും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മോശമായി കുഞ്ഞിന്റെ പ്രീമച്വർ ഡെലിവറിക്കും ലോ ബർത്ത് വെയിറ്റിനും ഒക്കെ കാരണമായി എക്സ്ട്രീം സ്റ്റേജസിൽ നിങ്ങളോ കുഞ്ഞോ മരിക്കുന്ന ഒരവസ്ഥയിലേക്കും എത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നീട്ടി വെക്കുന്നതും വേരിയൻസ് ഒക്കെ മാറി വരുന്നത് കൊണ്ടും ഒക്കെ അത് അത്ര സേഫ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിരുന്നാലും ഗവൺമെന്റ് ഗൈഡ് ലൈൻസിന് അണ്ടറിലുള്ള ചില പ്രഗ്നന്റ് വുമൻസിന് വാക്സിൻ എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഫ്രണ്ട് ലൈൻ വർക്കർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലോ നിങ്ങളുടെ ഏരിയയിലെ ചുറ്റും കുറെ കോവിഡ് കേസുകൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിലുള്ളവർ എപ്പോഴും പുറത്തു പോകുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഒത്തിരിയേറെ ബന്ധപ്പെടുന്ന കൂട്ടത്തിലുമാണെങ്കിൽ ഉറപ്പായിട്ടും വാക്സിൻ എടുക്കുന്നത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അത്ര നല്ലതല്ലെങ്കിൽ, സപ്പോസ് നിങ്ങൾക്ക് ഷുഗർ ഉണ്ട്, BP ഉണ്ട്, വേറെ എന്തെങ്കിലും ഡിസീസസ് പ്രീ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ ഒരു വാക്സിൻ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ മോശമായവർ ഉറപ്പായും നിങ്ങളുടെ ഡോക്ടറിനെ കണ്ടിട്ട് വാക്സിനെ കുറിച്ച് സംസാരിച്ചൊരു തീരുമാനം എടുക്കേണ്ടതാണ്. പക്ഷേ വാക്സിൻ സേഫ് ആണെന്ന് 100% ഉറപ്പൊന്നും ഇല്ലല്ലോ. ശരിയാണ്, പല വാക്സിനുകളുടെയും ട്രയൽസ് പ്രഗ്നന്റ് മദേഴ്സിൽ നടത്തിയിട്ടില്ല. എന്നിരുന്നാലും തിയററ്റിക്കലി ദോഷത്തെക്കാളും ഗുണങ്ങളാണ് കൂടുതലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് WHO-യും എയിംസും മറ്റ് ഗൈനക്കോളജിക്കൽ അസോസിയേഷനും ഒക്കെ വാക്സിൻ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. എന്ത് ഗുണം? അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റി, കോവിഡ് കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഒരു ഡെലിവറി, അമ്മയ്ക്ക് കുഞ്ഞിനെയോ കുഞ്ഞിന് അമ്മയോ നഷ്ടമാകില്ല എന്നുള്ള ഉറപ്പ്, അത് വലിയൊരു ഗുണമല്ലേ? അങ്ങനെയാണെങ്കിൽ ഏത് ട്രൈമസ്റ്ററിൽ വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും സേഫ്? ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണോ, സെക്കൻഡ് ട്രൈമസ്റ്റർ ആണോ, തേർഡ് ട്രൈമസ്റ്റർ ആണോ? വാക്സിന്റെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഏത് ട്രൈമസ്റ്ററിൽ വേണമെങ്കിലും വാക്സിൻ എടുക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്ററിലും എടുക്കാം, സെക്കൻഡ് ട്രൈമസ്റ്ററിലും എടുക്കാം, തേർഡ് ട്രൈമസ്റ്ററിലും എടുക്കാം. വാക്സിൻ കാരണം അമ്മയുടെയോ കുഞ്ഞിന്റെയോ ജീവന് ഭീഷണി ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ വാക്സിൻ കൊണ്ട് മിസ്കാരേജ് ഉണ്ടാകാനോ പ്രീടൈം ഡെലിവറി ഉണ്ടാകാനോ എംബ്രിയോണിക് അല്ലെങ്കിൽ കഞ്ചനൈറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാനോ ഫീറ്റൽ ഗ്രോത്തിനോ ഡെവലപ്മെന്റിനോ ഒന്നും ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പേടിയും ഡൗട്ടും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എടുക്കണമെന്ന് ആരും നിങ്ങളെ നിർബന്ധിക്കില്ല. മാത്രമല്ല, ഓൾറെഡി ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നിങ്ങൾക്ക് പ്രഗ്നൻസിയുടേതായ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, നോസിയും വോമിറ്റിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ മാറിയിട്ട് എടുക്കുന്നതായിരിക്കും ചിലർക്ക് കംഫർട്ട്. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അല്ലാതെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും വരാനില്ല. അപ്പോൾ ഏത് വാക്സിൻ ആണ് പ്രഗ്നന്റ് മദേഴ്സിന് ഏറ്റവും നല്ലത്? തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന എല്ലാ വാക്സിനുകളും തന്നെ പ്രഗ്നന്റ് മദേഴ്സിന് സേഫ് ആണ്. അങ്ങനെ തന്നെയാണ് നീതി ആയോഗിൽ നിന്നും പറഞ്ഞിരിക്കുന്നത്. കോവാക്സിൻ ഓൾറെഡി ഡെഡ് വൈറസ് ആയതുകൊണ്ട് തന്നെ അമ്മമാർക്ക് സൈഡ് ഇഫക്ട്സ് ഒക്കെ വളരെ കുറവായിരിക്കും. മാത്രമല്ല, അത് ഏറ്റവും സേഫ് ആണ്. മാത്രമല്ല, കോവാക്സിൻ 3 ട്രയൽസും പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്ലസ് എല്ലാ വേരിയന്റുകളിലും തന്നെ എഫക്റ്റീവ് ആണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. കോവിഷീൽഡും സ്പുട്നിക്കും ഒക്കെ ശക്തി കുറഞ്ഞ അഡിനോ വൈറസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ കുറച്ച് കൊറോണ വൈറസിന്റേത് പോലത്തെ ജനിതക മാറ്റങ്ങൾ വരുത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കരുതപ്പെടുന്നു. കുറച്ച് സൈഡ് ഇഫക്ട്സ് കോവാക്സിനേക്കാളും കൂടുതലായി കണ്ടുവരുന്നുമുണ്ട്. അപ്പോൾ എന്ത് സൈഡ് ഇഫക്ട്സ് ആണുള്ളത്? സാധാരണ എല്ലാവർക്കും വാക്സിൻ എടുത്ത് ഒരു ഹാഫ് ആൻ അവർ
ഹോസ്പിറ്റലിൽ തന്നെ വെയിറ്റ് ചെയ്യണം ഒബ്സർവേഷന് വേണ്ടി. അത് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ വാക്സിനോട് അലർജി ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു പ്രിക്കോഷണറി ഒബ്സർവേഷൻ ആണ്. എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല, ബട്ട് എല്ലാവരുടെയും സേഫ്റ്റി ഉറപ്പുവരുത്താനാണ്. പിന്നെ 2 ദിവസത്തെ കാലയളവിലാണ് നോർമൽ സൈഡ് എഫക്ട്സ് കണ്ടുവരുന്നത്. അത് ലൈക്ക് പനി, കൈവേദന, ക്ഷീണം, ചെറിയ തലവേദന, മേലുവേദന പോലെയുള്ള സാധാരണ സൈഡ് എഫക്ട്സ് ഉണ്ടാകുകയും അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായി അല്ലെങ്കിൽ ഡോക്ടറുമായി ചെക്ക് ചെയ്ത് മെഡിസിൻസ് എടുക്കാവുന്നതാണ്. പക്ഷെ പ്രഗ്നന്റ് വിമൻ എക്സ്ട്രാ സേഫ് ആണെന്ന് ഉറപ്പുവരുത്താൻ ഒരു 20 days മോർ സെൽഫ് ഒബ്സർവേഷന്റെ ആവശ്യമുണ്ട്. എന്തിന്? അവിടെയാണ് സീക്രട്ട് ഇരിക്കുന്നത്. ആസ്ട്രാസെനക്ക വാക്സിന്റെ ബ്ലഡ് ക്ലോട്ടിംഗ് സൈഡ് ഇഫക്ട്സ് കൊണ്ടുണ്ടാകുന്ന സിംറ്റംസ് ആണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അകാരണമായ ഛർദിയോട് കൂടെയോ അല്ലാതെയോ ഉണ്ടാകുന്ന ഫിറ്റ്സ് അല്ലെങ്കിൽ കൺവൾഷൻസ്, സീഷേഴ്സ്, ഇത് മുന്നേ അപസ്മാരം ഉണ്ടായിരുന്നവർക്കല്ല, പുതിയതായിട്ടുണ്ടാകുന്നത്. പിന്നെ ഒരിക്കൽ പോലും മൈഗ്രെയിൻ വരാത്തവർക്ക് മൈഗ്രെയിൻ പോലത്തെ തലവേദന, കാഴ്ചമങ്ങല്, കണ്ണുവേദന, അതുകൂടാതെ അസാധാരണമായി എന്തെങ്കിലും ഒരു സിംറ്റംസ് തോന്നുകയാണെങ്കിൽ ഡോക്ടറുടെ സഹായം തേടാൻ ഒരിക്കലും താമസിപ്പിക്കരുത്. സത്യത്തിൽ ഞാൻ കോവിഷീൽഡ് എടുത്തതാണ്. ഞാൻ കോവിഷീൽഡ് ഓൾറെഡി എടുത്തു. ഞാനൊരു കോവിഷീൽഡ് എടുത്ത ബ്രസ്റ്റ് ഫീഡിങ് മദറാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും കോവിഷീൽഡ് അല്ലെങ്കിൽ അസ്ട്രാസെനക്ക വാക്സിൻ, അതിന് ഓൾറെഡി ബ്ലഡ് ക്ലോട്ടിംഗ് സൈഡ് ഇഫക്ട്സ് യൂറോപ്യൻ എത്നിക് ഗ്രൂപ്പിലുള്ള പുകവലിക്കുകയും ഗർഭനിരോധന ഗുളികകളും ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ കൂടുതൽ കണ്ടിട്ടുണ്ട്. ഇത് ഇന്നേ വരെ അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽക്കാർക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല. എന്നിരുന്നാലും പ്രഗ്നൻസി 2 ജീവനുകളുടെ കാര്യവും ഹോർമോൺസ് മാറി മറിഞ്ഞു വരുന്ന സമയവുമാണ്. ഹോർമോണൽ ഗർഭനിരോധന ഗുളികകളാണോ അസ്ട്രാസെനക്ക വാക്സിൻ അല്ലെങ്കിൽ കോവിഷീൽഡിന്റെ ബ്ലഡ് ക്ലോട്ടിംഗ് സൈഡ് ഇഫക്ട്സിന് കാരണം എന്നതിനെക്കുറിച്ച് റിസർച്ചുകൾ നടക്കുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് ഒരു എവിഡൻസും ഇല്ല. അറിവുകൾ വളരെ പരിമിതമാണ്. സോ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി റിസ്ക്, യു ക്യാൻ കൺസിഡർ അതർ വാക്സിൻസ് ദാറ്റ് ആർ അവൈലബിൾ. ഇത് കേൾക്കുന്ന ഏതെങ്കിലും കോവിഷീൽഡ് എടുത്ത പ്രഗ്നന്റ് മദേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 20 ദിവസത്തെ ഒബ്സർവേഷൻ നോക്കിയാൽ മതി. ഉറപ്പായും ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്ന് വിശ്വസിക്കുന്നു. ഇത് വരാനുള്ള ചാൻസ് വളരെ റെയറുമാണ്. ഐ എം ജസ്റ്റ് പ്രൊവൈഡിങ് യു ഓൾ ദ ഇൻഫർമേഷൻസ് അവൈലബിൾ. വേറൊന്ന്, പ്രഗ്നൻസിയിൽ ഓൾറെഡി കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള അമ്മമാര് ഇപ്പോൾ വാക്സിൻ എടുക്കേണ്ട അത്യാവശ്യമില്ല. അവർ ഡെലിവറി കഴിഞ്ഞിട്ട് എടുത്താൽ മതി. കാരണം അവർക്ക് ഓൾറെഡി ആന്റിബോഡീസ് കുറച്ച് ശരീരത്തിലുണ്ടാകും. പിന്നെ അതിന്റെ ആ ആന്റിബോഡീസിന്റെ ലെവൽ താഴുമ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് എടുത്താൽ മതി. IVF ട്രീറ്റ്മെന്റ് എടുത്തവർക്കും വാക്സിൻ എടുക്കാവുന്നതാണ്. ഞാനൊരു വാക്സിനെയും ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതൊരു അവയർനെസ് വീഡിയോ മാത്രമാണ്. ഈ വീഡിയോ നല്ല ഡിസിഷൻസിലേക്ക് നിങ്ങളെ എത്തിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നിരുന്നാലും ആരെങ്കിലും വാക്സിൻ എടുക്കുന്നതിൽ നിന്ന് പിന്മാറുന്നുണ്ടെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് കോവിഡ് ടെസ്റ്റ് മാൻഡേറ്ററി ആണെന്ന് അറിഞ്ഞിരിക്കുക. ചിലർ സിംപ്റ്റോമാറ്റിക് അല്ലെങ്കിൽ കൂടെയും പോസിറ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ട ബ്രസ്റ്റ് ഫീഡിംഗ് ഗൈഡ് ലൈൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. തുടർന്നും ഏറ്റവും ശരിയായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ subscribe this channel. I will always be there for you to support. Thank you for watching.